സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾക്കിടയിൽ ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. റിപ്പോർട്ടിൻ്റെ പേര് മേഡ് ഇൻ ഇന്ത്യ, ദ സപ്ലൈ ഓഫ് വെപ്പൺസ് ആൻഡ് അമ്യൂണിഷൻ ഓഫ് ഇസ്രയേൽ എന്നാണ്. റിപ്പോർട്ട് വളരെ ശ്രദ്ധയോടെ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ പൗരന്മാരുടെ ഉപയോഗത്തിനുള്ള സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കാവുന്ന ചില വസ്തുക്കളെയും റിപ്പോർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ആക്രമണ സ്വഭാവമുള്ള ആയുധങ്ങളും സൈനിക ഘടകങ്ങളും മാത്രമാണ് റിപ്പോർട്ട് പ്രധാനമായും പരിശോധിക്കുന്നത്. റിപ്പോർട്ട് പറയുന്ന പ്രകാരം 2023 ഒക്ടോബർ 7 മുതൽ 2025 നവംബർ 30 വരെ ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കുറഞ്ഞത് 2596 കയറ്റുമതി ഷിപ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ട് പറയുന്നവയിൽ ഏകദേശം 5,64,970 സ്ഫോടക ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, 3,90,516 സൈനിക നിലവാരത്തിലുള്ള ചെറിയ ആയുധങ്ങളുടെ ഭാഗങ്ങൾ, 298 സൈനിക വാഹനങ്ങളുടെ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവയിൽ 155 മില്ലിമീറ്റർ ഹൈ എക്സ്പ്ലോസീവ് ആർട്ടിലറി ഷെല്ലുകളുടെയും ഡ്രോൺ വാർ ഹെഡുകളുടെയും ഭാഗങ്ങളും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഇത് വെറും ആയുധങ്ങൾ കയറ്റി അയച്ചു എന്ന വാർത്ത മാത്രമല്ല, ഈ ആയുധങ്ങൾ ഗാസയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആംനസ്റ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു സംഭവം അതീവ ഗൗരവമുള്ളതാണ്. ഗാസയിലെ ന്യൂ സൈറാത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പാലസ്തീനികൾ അഭയം തേടിയിരുന്ന UN നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് മേഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് പറയുന്നു. ആ ആക്രമണത്തിൽ 33 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇസ്രയേൽ ഗാസയിൽ ആയുധപ്രയോഗം നടത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങളും സൈനിക ഘടകങ്ങളും അവിടെ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണമായി ഒഴിഞ്ഞുമാറാനാകുമോ? ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. സ്പെയിൻ, കാനഡ തുടങ്ങിയ ചില രാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ ചെന്നൈയിൽ നിന്ന് ഇസ്രയേലിലേക്ക് 27 ടൺ സ്ഫോടക വസ്തുക്കളുമായി പോയ മറീനെ ഡാനിക്ക എന്ന കപ്പലിനെ സ്പെയിനിലെ കാർട്ടാജീന തുറമുഖത്ത് പ്രവേശനം നിഷേധിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ആയുധ വിതരണം തുടരുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളിൽ സ്വകാര്യ കമ്പനികൾ മാത്രമല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. സ്വകാര്യ മേഖലയിലെ പ്രധാന പേരുകളിൽ ഒന്നാണ് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്. ഇസ്രയേൽ ആയുധ നിർമ്മാണ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ്, ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയുമായി അദാനി ഗ്രൂപ്പിന് സംയുക്ത സംരംഭങ്ങളുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇന്ത്യൻ സർക്കാർ ഇതുവരെ ആംനസ്റ്റി റിപ്പോർട്ടിനെ വിശദമായ മറുപടി നൽകിയിട്ടില്ല എന്നതാണ് വിമർശനം. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ 2 പ്രധാന ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നിയമം മാത്രമാണോ എല്ലാം? ഒരു രാജ്യം ഒരു പ്രവൃത്തി നിയമപരമാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യം ആയുധം നൽകണോ എന്നത് നിയമത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് ഒരു മാനുഷികവും ധാർമ്മികവുമായ ഒരു പ്രശ്നം കൂടിയാണ്. ഇന്ത്യ ഒരു കാലത്ത് ലോകത്തിലെ അധിനിവേശത്തിനും വംശീയ അടിച്ചമർത്തലിനും എതിരായി ശക്തമായി നിലകൊണ്ട രാജ്യമായിരുന്നു. മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇന്ന് ചോദ്യം ഉയരുന്നു: ആ പാരമ്പര്യത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോവുകയാണോ? രണ്ടാമത്തെ ചോദ്യം, നിയമപരമായ ഉത്തരവാദിത്തം തന്നെയില്ലേ? ഇന്ത്യ ജനോസൈഡ് കൺവെൻഷൻ അഥവാ വംശഹത്യ തടയുന്നതിനുള്ള ഐക്യരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ്. ഇന്ത്യ 1949 നവംബർ 29 ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 1959 ഓഗസ്റ്റ് 27 ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വംശഹത്യ തടയുകയും അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത അംഗരാജ്യങ്ങൾക്കുണ്ട്. വംശഹത്യയിൽ പങ്കാളിത്തം പുലർത്തുന്നതും ഗുരുതരമായ നിയമപ്രശ്നമാണ്. ഇവിടെ ഇന്ത്യൻ സർക്കാർ പറയാൻ സാധ്യതയുള്ള ഒരു വാദമുണ്ട്. ഗാസയിൽ നടക്കുന്നത് നിയമപരമായി ഇതുവരെ ജനോസൈഡ് എന്ന് അന്തിമമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം വിഷയം അവസാനിക്കുന്നില്ല. ദക്ഷിണാഫ്രിക്ക 2021 ഡിസംബർ 29
അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ കേസ് നൽകി. ഗാസയിലെ ഇസ്രയേലിൻ്റെ നടപടികൾ ജനോസൈഡ് കൺവെൻഷൻ ലംഘിക്കുന്നതാണെന്ന് ദക്ഷിണാഫ്രിക്കയുടെ വാദം. തുടർന്ന് ബ്രസീൽ, സ്പെയിൻ, മെക്സിക്കോ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ നിലപാടിനെ പിന്തുണച്ച് കേസിൽ ഇടപെട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതുവരെ അന്തിമവിധി പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനിടയിൽ കോടതി താൽക്കാലികമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വംശഹത്യ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കാൻ സാഹചര്യമൊരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമവിധി വന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനു പുറമെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട വിവിധ അന്വേഷണ സംവിധാനങ്ങളും ഗാസയിലെ ഇസ്രയേലിൻ്റെ നടപടികളെക്കുറിച്ച് ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2024 നവംബറിൽ UN പ്രത്യേക സമിതി ഇസ്രയേൽ ഗാസയിലെ ജനങ്ങൾക്കെതിരെ പട്ടിണിയെ യുദ്ധായുധമായി ഉപയോഗിക്കുന്നതായി ആരോപിച്ചു. 2025 സെപ്റ്റംബർ 16 UN രൂപീകരിച്ച ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ഗാസയിലെ കൂട്ടക്കൊലകളും മറ്റ് നടപടികളും സംബന്ധിച്ച് ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവിട്ടു. ഇസ്രയേലിലെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായതായും അവർ ആരോപിച്ചു. അതുമാത്രമല്ല, ലോകത്തെ ജനോസൈഡ് പഠനരംഗത്തെ പ്രമുഖരായ ഏകദേശം 500 വിദഗ്ധർ അംഗങ്ങളായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ജനോസൈഡ് സ്കോളേഴ്സ് പോലും ഇസ്രായേൽ ഗാസയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധകുറ്റങ്ങളും ജനോസൈഡും ഉൾപ്പെടുന്ന വ്യാപകമായ നടപടികൾ നടത്തിയതായി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിനു മുന്നിൽ നിരവധി ഗുരുതരമായ ചോദ്യങ്ങളുണ്ട്. ഇസ്രായേലിനെ ആയുധം നൽകുന്നതിലൂടെ ഇന്ത്യ എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? ഗാസയിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ എത്തുന്നത് ധാർമ്മികമായി അംഗീകരിക്കാനാവുമോ? ജനോസൈഡ് തടയണമെന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അതേസമയം ആരോപണ വിധേയമായ രാജ്യത്തിന് ആയുധം നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവും? ഇനി മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും 2 രാഷ്ട്ര പരിഹാരം, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന നിലപാടിന് ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഇസ്രയേലിനൊപ്പം സ്വതന്ത്രമായ പാലസ്തീൻ രാഷ്ട്രവും നിലനിൽക്കണം എന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ നിലപാട്. പക്ഷേ ഇന്ന് ഇസ്രായേൽ സർക്കാരിൻ്റെ നിലപാട് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനോട് വലിയ രീതിയിൽ വിരുദ്ധമാണ്. ഗാസയെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന വിമർശനവും ശക്തമാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്: പാലസ്തീൻ രാഷ്ട്രം ഉൾപ്പെടുന്ന 2 രാഷ്ട്ര പരിഹാരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുകയും അതേസമയം ഗാസയിലെ സൈനിക ആക്രമണത്തിന് സഹായകരമായ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നത് എങ്ങനെ യുക്തിസഹമാകും? അതിനാൽ ഇതൊരു ആയുധ വ്യാപാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ഇന്ത്യയുടെ ധാർമ്മിക നിലപാടിൻ്റെ പ്രശ്നമാണ്. ഇത് അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഇന്ത്യയുടെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇത് പാലസ്തീൻ ജനതയോടുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഒടുവിൽ പറയാനുള്ളത് ഇതാണ്: ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സൗഹൃദങ്ങൾക്കും മാത്രം കീഴടങ്ങാൻ പാടില്ല. അത് മനുഷ്യജീവിതത്തെയും നീതിയെയും അന്താരാഷ്ട്ര നിയമത്തെയും പരിഗണിക്കണം. ഗാസയിൽ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളുടെ വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന് സർക്കാർ വ്യക്തമായ മറുപടി നൽകണം. ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് പോയത്? അവ ഏത് കമ്പനികളാണ് നിർമ്മിച്ചത്? അവ എവിടെയാണ് ഉപയോഗിച്ചത്? ഇന്ത്യൻ സർക്കാർ അതിനെക്കുറിച്ച് എന്താണ് പരിശോധിച്ചത്? ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയുടെ മഹത്തായ വിദേശ നയ പാരമ്പര്യം മനുഷ്യ അവകാശത്തിനും അധിനിവേശ വിരുദ്ധ നിലപാടിനും വേണ്ടിയായിരുന്നു. ആ പാരമ്പര്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ചോദ്യം ഇസ്രായേലുമായുള്ള ബന്ധം വേണമോ വേണ്ടയോ എന്നതല്ല. ചോദ്യം ഇതാണ്: മനുഷ്യരുടെ കൂട്ടക്കൊല നടക്കുമ്പോൾ നാം ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? നീതിയുടെ പക്ഷത്തോ, ആയുധ വ്യാപാരത്തിൻ്റെ പക്ഷത്തോ, മനുഷ്യാവകാശത്തിൻ്റെ പക്ഷത്തോ, അധികാര രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തോ? ഈ ചോദ്യത്തിന് ഇന്ത്യയുടെ ഭരണകൂടം രാജ്യത്തോടും ലോകത്തോടും വ്യക്തമായ മറുപടി നൽകേണ്ട സമയമാണിത്.